മീശമാധവൻ്റെ ഷൂട്ടിങ് മുടങ്ങുന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടായി. അതിൽ കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മീശമാധവൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ദിലീപ് ഒരു നിർമ്മാതാവിൻ്റെ ചെക്ക് മടങ്ങി ഇതിന് കേസ് കൊടുത്തിട്ട് ആ നിർമ്മാതാവ് അറസ്റ്റിലായി. അങ്ങനെ ദിലീപിനെ നിർമ്മാതാക്കളുടെ സംഘടന 2 വർഷത്തേക്ക് ബാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ മീശമാധവൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കൈയും കാലും ഇട്ട് അടിച്ച് നമ്മുടെ ഒരു കരിയർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അധ്വാനവും ചെയ്തിട്ട് ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇടപെടലുകളാണ്. അപ്പോൾ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് ഈ ദിലീപിനെതിരെയുള്ള ഈ 2 വർഷത്തെ ബാൻ. ഒരാൾ ഒരു ചെക്ക് കൊടുത്ത് ആ ചെക്ക് മടങ്ങി, ചെക്ക് വീണ്ടും മടങ്ങി, 3ാമത്തെ തവണ മടങ്ങിയപ്പോൾ അത് കേസായി, വാറണ്ടായി. അങ്ങനെ അത് പിടിച്ചത് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച കിടക്കേണ്ടി വന്നു ലോക്കപ്പിൽ. അത് വലിയൊരു ഇഷ്യൂ ആയി ഇൻഡസ്ട്രിയുടെ. അപ്പോൾ ഈ കിട്ടേണ്ട പണം ചോദിച്ച ആൾ പ്രതിയായി, അയാളെ 2 കൊല്ലത്തേക്ക് ബാൻ ചെയ്തു. അത് ബാധിക്കുന്നത് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയാണ്. അങ്ങനെ ദിലീപ് ഭയങ്കര ഡിപ്രസ്ഡായി. ഈ ചിങ്ങമാസം വന്ന് ചേർന്നാൽ എന്നുള്ള പാട്ട് എടുക്കുന്ന ദിവസമാണ് ഇവനെ ബാൻ ചെയ്തുകൊണ്ടുള്ളൊരു ന്യൂസ് വരുന്നത്. അപ്പോൾ ദിലീപ് ആകെ നിരാശനായപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപ് ഇത് ലൈഫിൽ നമ്മൾ ഒരുപാട് അഗ്നിപരീക്ഷകളെ മറികടക്കുന്നുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം. നമ്മളെന്തായാലും ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നിർത്തി വയ്ക്കാനൊന്നും പറ്റില്ല. ഈ സുധീഷും സുബൈറും നാട്ടിൽ എവിടെ നിന്നൊക്കെ കടം മേടിച്ചിരിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർഗചിത്ര അപ്പച്ചൻ സാറ് അദ്ദേഹത്തിനോട് പോയിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ 1 ലൈൻ അദ്ദേഹത്തിനോട് പോയിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി എല്ലാം കേട്ടിട്ട് കൊള്ളാം, രസമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നിങ്ങളൊന്ന് ഡയറക്ടർ സിദ്ദിഖിനോടൊന്ന് പറയും. പുള്ളി പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, എനിക്ക് കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ സിദ്ദിഖിനോടൊന്ന് കേൾക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ദിഖ് സാറിനെ വിളിച്ച് ഇങ്ങനൊരു കഥ കേൾക്കാമോ, അദ്ദേഹത്തിന് ഇങ്ങനൊരു അഭിപ്രായം അറിയാനാണ്. അങ്ങനെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ കഥ ആദ്യ സീൻ തൊട്ട് അവസാനത്തെ സീൻ വരെ പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് സാറും നല്ല രസമുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഈ കള്ളനൊക്കെ നല്ല സ്റ്റൈലായിട്ട് വരുന്നു. കള്ളനെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഇതാണ് ശരിക്കും, പക്ഷേ ഈ കള്ളനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. നല്ല ഹ്യൂമറൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു പുള്ളി. സ്വർഗചിത്ര